നമസ്കാരം, ഞാൻ രാകേഷ് ജി. നമുക്കിപ്പോൾ ഏതായാലും നല്ല ചൂട് കാലമാണ്. അതായത് ഭയങ്കര സമ്മർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ വാഹനമൊക്കെ ചുമ്മാ കൊണ്ട് പുറത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊരു കയറാൻ പറ്റാത്ത അവസ്ഥ. അതുപോലെ ചൂടാണ്. കാരണം ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് പറയാൻ പറ്റത്തില്ല, മാതിരി ചൂടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഈ ഒരു അവസ്ഥയിൽ, അതായത് നല്ല ചൂടായിട്ടൊക്കെ ഇരിക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വാഹനത്തിനകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്രോൾ ഓർ ഡീസൽ അടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ടോ? നല്ലൊരു ചോദ്യമാണ്. ഇത് ചോദിച്ചിരിക്കുന്നത് ആരോൺ പ്രസാദാണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്: ഗുഡ് ഇൻഫർമേഷൻ ബ്രോ. അതിൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റാണ്. ഒരു ഡൗട്ട്, ഇപ്പോൾ നല്ല ചൂട് കാലാവസ്ഥയാണല്ലോ, അപ്പോൾ കാറിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ കാർ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ടോ? ഒരു വീഡിയോ ചെയ്യാമോ? 100%. ഏതായാലും പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ കാർ മൊത്തത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് കുറവാണ്. പിന്നെ കത്ത് കാണുന്നുണ്ടെങ്കിൽ മുഴുവൻ പോകും. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു തമാശയായിട്ട് കൂട്ടിയാൽ മതി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂവൽ ടാങ്കിൽ ഫുൾ ടാങ്ക് അടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ഫ്യൂവൽ അടിക്കാൻ പറ്റും. പക്ഷേ ഒരു ചെറിയൊരു കണ്ടീഷൻ ഉണ്ട് അതിനകത്ത്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എപ്പോഴെങ്കിലും വാഹനം ഫുൾ ടാങ്ക് അടിക്കുന്നതിൻ്റെ കാര്യം, അത് ഫുൾ ടാങ്ക് അടിക്കുന്നതിൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് പലർക്കും മനസ്സിലാവുമായിരിക്കും, അല്ലെങ്കിൽ ഓർമ്മയുണ്ടായിരിക്കും. ഫുൾ ടാങ്ക് ഫ്യൂവൽ ഫില്ല് ചെയ്യുകയാണ് ണ്ടെങ്കിൽ അത് നെക്ക് ലെവൽ വരെ, അതായത് കഴുത്തറ്റം വരെ ഫില്ല് ചെയ്യേണ്ടത് എപ്പോഴും നമുക്ക് മൈലേജ് നോക്കണം, അല്ലെങ്കിൽ വാഹനത്തിൽ എത്ര ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നുണ്ടെന്ന് അറിയണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർ മാത്രം ഏറ്റവും ടോപ്പ് ലെവൽ, അതായത് നമ്മുടെ നെക്ക് ലെവൽ വരെ ഫില്ല് ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ വാഹനത്തിൻ്റെ ഫ്യൂൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഫസ്റ്റ് കട്ട് ഓഫ്, എന്താണ് ഫസ്റ്റ് കട്ട് ഓഫ് എന്ന് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ വാഹനം ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് പമ്പിൽ അവർ നോസിലെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് അവർ പ്രസ് ചെയ്യും. ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫ്യൂൽ വരാൻ തുടങ്ങുന്ന സമയത്ത് ഫ്യൂൽ ബേസിൽ നിന്ന് കയറി, അതായത് ടാങ്ക് ഫുള്ളായി മേളിൽ ആ പൈപ്പ്, അതായത് ഈ വെക്കുന്ന നോസിലിൻ്റെ ആ അറ്റം വരെ വന്ന് ഈ ഫ്യൂവൽ തട്ടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഫ്യൂലോട് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രഷർ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പുറത്തോട്ട് പോകാത്ത രീതിയിൽ ഇവിടെ വന്ന് ഫ്യൂവൽ പ്രഷർ പോലെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആകും. ഇതിനെയാണ് കട്ട് ഓഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫസ്റ്റ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ വാഹനം ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവും തന്നെ ഇല്ല. പക്ഷേ അതിനകത്ത് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കട്ട് ഓഫ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ആദ്യത്തെ കട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൊണ്ട് സ്റ്റോപ്പായി, അതായത് നെക്കിൻ്റെ ലെവൽ വരെ വന്നു, എന്നാൽ കുറച്ചൊന്ന് താഴും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു എയർ ഗ്യാപ്പും കൂടെ വരുന്നുണ്ട്. ആ ഫസ്റ്റ് കട്ട് ഓഫ് വന്നതിന് ശേഷം ഓഫ് ചെയ്യുക. വാഹനം ഒന്ന് ഓടിക്കുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കായിട്ടൊന്ന് കുലുങ്ങി കറക്റ്റ് ടാങ്കിൻ്റെ ലെവലിൽ തന്നെ ഫ്യൂവൽ നിൽക്കും. ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ചൂടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഹീറ്റ് ആകുന്ന സമയത്ത് ഇത് ചെറിയ രീതിക്കെങ്കിലും ആവിയായി പോകാൻ, അല്ലെങ്കിൽ അതിനകത്തൊരു പ്രഷർ ക്രിയേറ്റ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. അങ്ങനെ പ്രഷർ ക്രിയേറ്റ് ആകുന്ന സമയത്ത് ഈ പ്രഷർ എല്ലാം നേരെ നമ്മുടെ ഫ്രണ്ടിലുള്ള, അല്ലെങ്കിൽ ചാർക്കോൾ കാനിസ്റ്റർ എന്ന് പറയുന്നൊരു യൂണിറ്റ് നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. അതിലോട്ട് ഈ ആവിയായി പോകുന്ന ഫ്യൂംസ് എല്ലാം സേവ് ആയിട്ടിരിക്കുകയാണ്. അതായത് അതിനകത്ത് സൂക്ഷിച്ച് വെക്കുകയാണ്. എപ്പോഴാണോ നമ്മുടെ വാഹനത്തിലൊരു ഐഡിൽ, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മുടെ വാഹനത്തിലൊരു പവർ കൂടുതൽ വേണ്ടി വരുന്നത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നത്, ഒരു വാൽവ് ഉണ്ട് അതിനകത്ത്, അതായത് പെർജ് കൺട്രോൾ വാൽവ് എന്ന് പറയും. ആ വാൽവ് ഓപ്പൺ ആകുകയാണ് ചെയ്യുന്നത്. അതായത് ഓപ്പൺ ആക്കാൻ വേണ്ടി ഈസിയും ഒരു സിഗ്നൽ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഈസിയും ഒരു സിഗ്നൽ കൊടുത്ത് ഈ വാൽവ് ഓപ്പൺ ആക്കി കാനിസ്റ്ററിനകത്തുള്ള ഫ്യൂലിൻ്റെ വേപ്പറും കൂടെ കൂട്ടിയാണ് വാഹനത്തിനകത്ത് ബേണിങ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ ഒരു ലോസോ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫ്യൂല് ഫുൾ ടാങ്ക് തന്നെ ഫില്ല് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഒരു കുഴപ്പം വരാനുള്ളതുകൊണ്ട് ഇന്ന് തന്നെ നിങ്ങൾ ഫ്യൂൽ ഫില്ല് ചെയ്യാൻ വേണ്ടി പോകുകയാണെങ്കിൽ പേടിച്ച് 500-1000 അടിക്കേണ്ട, ഫുൾ ടാങ്ക് തന്നെ ധൈര്യമായിട്ട് അടിക്കാൻ സാധിക്കും.